നമസ്കാരം, രാഗമെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യമായി മലഹരി രാഗത്തിലുള്ള ശ്രീഗണനാഥ സിന്ദൂരവർണ്ണ എന്ന ഗീതം പഠിക്കാം. 15ാമത് മേളകർത്തരാഗമായ മായാമാളവ ഗൗള എന്ന രാഗത്തിൻ്റെ ജന്യരാഗങ്ങളിൽ ഒരു രാഗമാണ് മലഹരി എന്ന രാഗം. ഈ രാഗത്തിലാണ് ഈ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീ പുരന്ദരദാസരാണ് ഇതിൻ്റെ രചന. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് വരിശകളായിരുന്നു. വരിശകൾ അവസാനം നമ്മൾ പഠിച്ചത് താളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വരിശകളായ താളവരിശകൾ, അലങ്കാരങ്ങളായിരുന്നു. അതിനുശേഷം വരുന്ന ഒരു ലെസണാണ് ഗീതം എന്ന് പറയുന്നത്. ഈ ഗീതം മുതലാണ് മ്യൂസിക്കൽ ഫോംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗീതം, ജതിസ്വരം, സ്വരജതി, അതിനുശേഷം വർണ്ണം, ഇങ്ങനെ അങ്ങോട്ട് പുതിയ പുതിയ മ്യൂസിക്കൽ ഫോംസുകൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന മ്യൂസിക്കൽ ഫോമാണ് ഗീതങ്ങൾ. ഇവിടെ നമുക്ക് സ്വരം കാണാൻ സാധിക്കും, അതേപോലെ തന്നെ അതിൻ്റെ സാഹിത്യവും കാണാൻ സാധിക്കും. അപ്പോൾ സ്വരവും സാഹിത്യവും ഒരേപോലെ പാടണം എന്നാണ്. ഒന്നാമത്തെ ഗീതമാണ് മലഹരി രാഗത്തിലുള്ള ശ്രീഗണനാഥ സിന്ദൂരവർണ്ണ എന്ന ഗീതം. എന്നാൽ ഒരു രാഗത്തിൻ്റെ ഭാവം എടുത്തുകൊണ്ട് അതെങ്ങനെ പാടാമെന്ന് നമുക്ക് നോക്കാം. ഇത് പഠിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നമുക്ക് ഗമകങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നിരുന്നാലും നമുക്ക് ഇത് പഠിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ ഗീതം പഠിച്ചേ മതിയാകും. നമുക്ക് ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ നമുക്ക് നോക്കാം. ആരോഹണത്തിൽ 5 നോട്ടുകളും അവരോഹണത്തിൽ 6 നോട്ടുകളുമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ രാഗത്തെ നമ്മൾ ഔഡവ ഷാഡവ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ആരോഹണ അവരോഹണം നോക്കാം. സ രീ. ഇവിടെ ഋഷഭം ശുദ്ധ ഋഷഭമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇതിനെ ഗമനം കൊടുത്ത് പാടാറുണ്ട്. അല്ലാത്ത പക്ഷം ഇത് സ്ട്രെയിറ്റ് നോട്ട് തന്നെയായിരിക്കും. സ രീ. ഞാൻ പാടിയതിനു ശേഷം നമുക്ക് പാടാം. സ രീ മാ. മാ ശുദ്ധ മധ്യമമാണ്. സ രീ മാ. സ രീ മാ പ. പ ധ പ ധ സ. ഇപ്പോൾ നമുക്ക് കാണാം ആരോഹണത്തിൽ ഗാന്ധാരവും നിഷാദവും അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഡിസെൻഡിങ് പാടുമ്പോൾ സ ധ പ മ ഗ രി സ. അവരോഹണത്തിൽ ഒരു നോട്ട് മാത്രം അവോയ്ഡ് ചെയ്തു, അതായത് നിഷാദം. ഇവിടെ ഋഷഭത്തിന് ചെറിയ തോതിലുള്ള ഗമകം അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ പാടാൻ സാധിക്കും. അത് സാരി എന്ന് പാടാം. സാരി സ സാരി സ സാരി മാ എന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഡ്രാഗ് ചെയ്ത് സാരി മാ എന്ന് പാടാം. സാരി മാ പ ധ സ. ഇവിടെ ദൈവതത്തിനും ഗമകം അപ്ലൈ ചെയ്യാൻ പറ്റും. സ ധ സ പ ധ പ എന്ന് വരും. സ ധ പ മ ഗ രി സ. പറയുമ്പോൾ നമുക്ക് ഋഷഭത്തിനും ദൈവത്തിനും ഗമകം ഇല്ലെന്ന് പറയും. എന്നാൽ പാദപമ ഗ രി രി സ. അല്ലാത്ത പക്ഷം പാദപമ ഗ രി സ എന്നേ പാടാൻ സാധിക്കും. അതുപോലെ ദൈവത്തിന് മ പ ധ സ മ പ ധ സ ധ സ എന്ന് പാടാറുണ്ട്. അപ്പം അവിടെ സ്ട്രേറ്റ് നോട്ട് പാടിയാൽ ഒരു പക്ഷേ ഭംഗി ഉണ്ടാകത്തില്ല. മ പ ധ സ എന്ന് പാടിയാൽ നോട്ട് ക്ലിയർ ആണ്, പക്ഷേ അവിടെ ഗമകം ഇല്ലാത്തതുകൊണ്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം മ പ ധ സ ധ സ ധ സ സരി സരി എന്നും പാടാം. സരി രി സാരി സ. ആ രാഗത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. മായമാളവ രാഗത്തിന് ഉപയോഗിക്കുന്ന ഗാന്ധാരം അതേപോലെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഗാന്ധാരത്തിന് ഷേക്കിംഗ് വരുന്നുണ്ട്. അപ്പം സരി ഗ സ പ മ പ മ ഗ എന്ന് പാടും. പ മ ഗ രി സ എന്ന് പാടാറുണ്ട്. സരി മ
മാ ഗരി ഗ മാ ഗരി മാ രേ മാ പദ മാ 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 പദ പ മാ മാ മഗ ദ മാ മാ മഗ പ മഗരി സരി ദ പ മാ മാ പാദ മാ മാ പ മഗരി സരി ഗരി സരി മാ സരി സ ദ സരി മാ മാ മഗരി ഗരി സരി പ മഗരി സ രി മ പദ മാ പ മാ പ മ പദ ദ ദ പ മഗരി സരി മാ മാ രി മ പ പ മ പദ പാദ പ മ പദ രി മ പദ മാ പദ സദ സദ രി സദ ദ പ മ പദ പദ സ പദ സരി സദ രി സദ മ പദ സദ ദ ദ പ മഗരി സരി മാ മാ രി മ ദ ദ മ പദ സദ ദ മ പദ മ പദ സരി രി ദ സ പദ സരി ഗ സരി ഗരി സ സരി മ സരി സ സരി മ ഗരി ഗ സ ദ സരി സരി ദ സ മ പദ സരി സ ദ ദ സരി മ മ മാ ഗ പ മഗരി സരി പ മഗരി സരി മഗരി സരി മഗരി സ മഗരി സരി സ ദരി രി സരി ദ സ മ പദ സരി ദ മ പദ സദ പ മ പദ പ മഗരി ദ ദ പ മഗരി സരി മ മ ദ ദ പ മഗരി പ മഗരി മഗരി സരി മഗരി സരി പ മഗരി ദ ദ പ മഗരി സരി മഗരി സ സരി സനി ദ ദ ദ പദ പദ സരി മഗരി സരി ഗരി സ ഇവിടെ ഉപയോഗിക്കുന്ന താളം രൂപക താളമാണ്. നമ്മൾ അലങ്കാരത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1 2 1 2 3 4 ചതുരശ്ര ജാതിയിലുള്ള രൂപക താളമാണ്. ഇവിടെ ഫസ്റ്റ് വൺ ദ്രുതം, അതേപോലെ ലഘു. ഈ ലഘു എന്ന് പറയുന്നത്
ചതുരശ്ര ജാതിയാണ്. അതുകൊണ്ട് 1 2 1 2 3 4. ഇത് ചതുരശ്ര ജാതി ആയതുകൊണ്ട് തന്നെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള മറ്റൊരു താളമുണ്ട്. 1 2 1 2 3 4. അടികൊണ്ട് മാത്രം താളത്തെ സൂചിപ്പിക്കുന്നു. ഫിംഗർ കാണിക്കാതെയുള്ള ചൈപ്പ് താളങ്ങളുള്ള ഒരു താളമാണ് രൂപക താളത്തിൻ്റെ മറ്റൊരു വേർഷൻ. അപ്പം അത് ചതുരശ്ര ജാതി രൂപക താളത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് 1 2 1 2 3 4 എന്ന് കൃത്യമായിട്ട് വരുന്നത്. 6 കൗണ്ട് വരും. എന്നാൽ തീശ്രജാതി രൂപകമാണെങ്കിലോ 1 2 1 2 3. ഇവിടെ 1 2 3 ഉള്ളൂ. അതായത് തീശ്രജാതി ആയതുകൊണ്ട് 3 അക്ഷരം വരുന്നുള്ളൂ. അപ്പം 1 2 1 2 3 എന്ന് പറയാൻ പറ്റില്ല. ഇത് ചതുരശ്ര ജാതിക്ക് വേണ്ടി മാത്രമുള്ള ഒരു വേർഷനാണ്. താളത്തിൻ്റെ ഈ ഒരു വേർഷനാണ് നമ്മൾ ഗീതം പാടുമ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഗീതം മുതലുള്ള മ്യൂസിക്കൽ ഫോംസ് നമ്മൾ പാടുമ്പോൾ ഗീതം, അതുപോലെ ജതിസ്വരം, അതുപോലെ കൃതികളൊക്കെ പാടുമ്പോൾ നമ്മൾ 2 അടിയും 1 വീശും വരുന്ന 6 അക്ഷരക്കാരം വരുന്ന താളമാണ് നമ്മൾ ഉപയോഗിച്ച് കാണുന്നത്. നമുക്ക് ആ രൂപകതോളം നോക്കാം. 1 2 1 2 3 4. ത ക ത ക ദി മി. ഗീതം നോക്കാം. മായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാ പ ധ സ സ രി. രി സ ധ പ മ പ. രി മ പ ധ മ പ. ധ പ മ ഗ രി സ. നെക്സ്റ്റ് പാർട്ടാണ് സ രി മ ഗ രി. സ രി ഗ രി സ. രി മ പ ധ മ പ. നമ്മൾ നേരത്തെ പാടിയ പോർഷനാണ്, അതുകൂടെ കണക്ട് ചെയ്ത് വരും. രി മ പ ധ മ പ. ധ പ മ ഗ രി സ. സ രി മ ഗ രി. സ രി ഗ രി സ. ഒരു 3 തവണ ആവർത്തിക്കും. മ പ ധ സ സ രി. രി സ ധ പ മ പ. രി മ പ ധ മ പ. ധ പ മ ഗ രി സ. ഇവിടെ നമുക്ക് രി ടച്ച് ചെയ്ത് താഴേക്ക് പോകാം. ധ പ മ ഗ രി സ. സ രി മ ഗ രി. സ രി ഗ രി സ. രി മ പ ധ മ പ. ധ പ മ ഗ രി സ. സ രി മ ഗ രി. സ
രി ഗരി സ. ഇവിടെ ഗാന്ധാരത്തിന് ഓൾറെഡി ഗമകം ഉണ്ട്. അതുകൂടാതെ ഋഷഭത്തിലും ദൈവത്തിലും നമ്മൾ ചെറിയ തോതിൽ ഷേക്കിംഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഗമകം അപ്ലൈ ചെയ്ത് പാടാനായിട്ട് ശ്രമിക്കുക.